ഹായ് ഗൈസ്, വെൽക്കം ടു അമ്മൂസ് ഹെൽത്തി ടേബിൾ. സോ കാനഡയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈവനിങ് നല്ല വെയിലൊക്കെ ഉണ്ട് പുറത്ത്. ഇന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട് സൈഡുള്ള വ്യൂ ആണ്. നല്ല വെയിൽ, നല്ല രസമാണ് കാണാൻ ഔട്ട് സൈഡ്. സോ ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആണ്. സോ നമുക്കിന്നൊരു ചായയും ബനാന ചിപ്സും ഉണ്ടാക്കാം ഫ്രൈഡേ ഈവനിങ്. കൊച്ചു ഡേ കെയർ വിട്ട് വരുമ്പോൾ അവന് കൊടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ബനാന ചിപ്സ്. സോ ഞാൻ വീട്ടിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. സോ ഞാൻ നല്ല ഏത്തയ്ക്ക നല്ല ഫൈനായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാനാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി എണ്ണ യൂസ് ചെയ്യാറില്ല, കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി മുങ്ങിക്കിടന്ന് അങ്ങനെ വറുത്ത് കോരുന്നില്ല. ജസ്റ്റ് കുറച്ച് എണ്ണ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി മാത്രം. പിന്നെ ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കും. കാരണം ബനാന ചിപ്സിന് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം മിക്സ് ചെയ്ത് സൈഡിൽ മാറ്റി വയ്ക്കും. ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ 2-3 ഡ്രോപ്പ് സോൾട്ട് വെള്ളം ഞാൻ അതിലൊഴിക്കും. അങ്ങനെയാണ് അതിന് ടേസ്റ്റ് വരുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ ചിപ്സ് ഓരോന്ന് പറക്കിയാണ് ഇടുന്നത്. കാരണം മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ, ഒന്നിച്ചിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. എണ്ണ ഓൾറെഡി ചൂടായത് കാരണം സെപ്പറേറ്റ് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്ത് സ്പൂൺ വെച്ചിട്ട് മാറ്റിയിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇടയ്ക്ക് 1-2 ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. ഇതിവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ഞാൻ ഒത്തിരി ഫ്ലെയിം ഇട്ടിട്ടില്ല, നോക്കിയാൽ കാണാൻ അറിയാം. ഒത്തിരി ഫ്ലെയിമില്ല, ചെറിയ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് ഞാൻ ഏകദേശം ഫ്രൈ ആവാറായി, എടുക്കാറായതിന് തൊട്ട് മുന്നേ ഞാൻ 2-3 ഡ്രോപ്പ് സോൾട്ട് വാട്ടർ മാറ്റി വെച്ചത് ഒഴിക്കുന്നുണ്ട്. എൻ്റെ കുക്ക് ടോപ്പ് ഓൾറെഡി ഇൻഡക്ഷൻ ആയത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി പിടിക്കും. കാരണം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ജസ്റ്റ് കുക്ക് ടോപ്പിൽ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റ് വരും, ഭയങ്കര പുകയായിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചു. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അരിപ്പ പോലത്തെ ഒരു തവി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെച്ചിട്ട് എല്ലാ ചിപ്സും കോരിയെടുത്തു. ഞാനത് തീ ഏറ്റവും ലോയിലിട്ടേക്കാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും എടുക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര ലോയിലിട്ടിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ എടുത്തു. കാരണം എണ്ണ ടിഷ്യൂ പേപ്പറിൽ എടുത്തോളും, വലിഞ്ഞു പൊക്കോളും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ബാച്ച് ഞാൻ പിന്നെയും ചിപ്സ് അരിഞ്ഞ് വെച്ച് സ്ലൈസസ് ഇടുകയാണ്. ഓരോന്നായിട്ടാണ് ഇടുന്നത്. ഓൾറെഡി ഓയിലിൽ നല്ല ഹീറ്റുണ്ട്. ഒത്തിരി ഹീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുകഞ്ഞു വരും, കരിഞ്ഞു പോകും പെട്ടെന്ന്. അങ്ങനെ ഈ ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടറിയാം നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മാറ്റി പിടിക്കുന്നത് എനിക്ക് എണ്ണ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ്. അതും നമുക്ക് കോരിയെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ.
അങ്ങനെയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഞാൻ ഒരു ബനാനേ എടുത്തിട്ടുള്ളൂ, അതിലാണ് ഇത്രയും ഉണ്ടാക്കിയത്. നല്ല തിന്നായിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആവും, പിന്നെ ഒത്തിരി കിട്ടും. ഒത്തിരി കട്ടിക്ക് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആവില്ല, അത് ഭയങ്കര ചൂയായി പോവും. സോ അങ്ങനെ ബനാന ചിപ്സ് എല്ലാം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. ഉണ്ട്, എല്ലാം നല്ല ഗോൾഡൻ കളറിലെല്ലാം വന്നിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ടിഷ്യൂ പേപ്പറിലിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ എണ്ണയെ കുറച്ചൊക്കെ അങ്ങ് വലിയും. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചായ ഉണ്ടാക്കാം. ഞങ്ങൾ ഇവിടെ പാൽ ഉപയോഗിക്കുന്നത് ഭയങ്കര ഫാറ്റ് കുറവാണ്. അത് കാരണം ഞാൻ ജസ്റ്റ് ചായപ്പൊടി തിളയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ടീ പൗഡർ ഭയങ്കരമായിട്ട് തരി കൂടുതലുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാർഡമം, ഞങ്ങൾ സ്ഥിരം കാർഡമം യൂസ് ചെയ്യും. കാർഡമം ഇട്ട് ഞാനത് ഓൾറെഡി മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കാർഡമം എക്സ്ട്രാ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ദിവസവും. ഇതൊരു യൂസ്ഫുൾ ടിപ്പാണ്. അത് ഞാൻ 2 സ്പൂണാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരു ഗ്ലാസ് ചായ മതി, അപ്പോൾ ഞാനൊരു 2 സ്പൂൺ മാത്രമേ ടീ പൗഡർ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ടീ പൗഡർ വേണമെങ്കിൽ അങ്ങ് മേടിക്കാൻ കിട്ടും, അങ്ങനെ മേടിക്കാം. ഞാനിപ്പോൾ നോർമൽ ടീ പൗഡറാണ് ഞങ്ങൾ മേടിച്ചത്, അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്തെന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 1 കപ്പ് പാലൊഴിച്ചു. ഒത്തിരി വെള്ളമില്ലാത്തതുകൊണ്ട് 1 കപ്പിനുള്ള ചായ നമുക്ക് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് ഒരു ചായ ഇട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ തിളപ്പിക്കുമെങ്കിലും ഒന്ന് ചായപ്പൊടി ഒന്ന് ആവുള്ളൂ. ചായക്ക് നല്ല ടേസ്റ്റ് വരും ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഞാൻ ഇതിൽ പഞ്ചാര യൂസ് ചെയ്യുന്നില്ല, ഞങ്ങൾ വീട്ടിൽ പഞ്ചാര യൂസ് ചെയ്യുന്നേ ഇല്ല, മേടിക്കാറില്ല. സോ ഐ യൂസ്ഡാണ്, പഞ്ചാര ഇടാണ്ടാണ് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചാര ഉപയോഗിക്കാം. സോ ഞാനിവിടെ ഇടുന്നില്ല. സോ എൻ്റെ ചായയും റെഡിയായി, ബനാന ചിപ്സും റെഡിയായി.